ഹായ് ഹലോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേണ്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാനിന്ന് തനി നാടൻ കൂർക്ക മെഴുക്കുവരട്ടിയുടെ റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ. അതിനായിട്ട് നമ്മളിവിടെ കൂർക്ക നന്നായി ക്ലീൻ ചെയ്ത് നമ്മൾ ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും പാകത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ അടച്ചു വെച്ചു. ഇനി നമ്മളൊരു 5 വറ്റൽമുളക് ക്രഷ് ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ ഒരു 8 അല്ലി ചെറിയ ഉള്ളിയും പിന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഈ ചതച്ചത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് വഴന്ന് വരട്ടെ. ഈ സമയത്ത് നമ്മൾ ആ വറ്റൽമുളക് ക്രഷ് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കൂട്ടുകാർ പച്ചമുളക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൂർക്ക വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത്, ആ സമയത്ത് ചേർത്തോളൂ കേട്ടോ. പക്ഷെ വറ്റൽമുളകാണ് കേട്ടോ രുചി കൂടുതൽ, ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വറ്റൽമുളക് ഇതിൽ കൂർക്ക മെഴുക്കുവരട്ടിയിൽ ചേർക്കുമ്പോൾ. അപ്പോൾ കറിവേപ്പില നമ്മൾ ചേർത്ത് കൊടുത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരുവിധം മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ കൂർക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂർക്ക വേവിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ കൂർക്ക വളരെ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കണേ എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അത് കാണാത്തവരെ ഓടിപ്പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂട്ടുകാരെ. കൂടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.